ഹലോ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഭയങ്കര തിരക്കാണ്, ആർക്കും സമയമില്ല. സമയം ആർക്കുമില്ല. പറഞ്ഞ മനസ്സിലാവുമോ? സമയം ആർക്കുമില്ല, എല്ലാവർക്കും ഭയങ്കര തിരക്കാണ്. പക്ഷേ ഞങ്ങളെ ഇസ്ലാമിൽ അസ്രായേൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു കഴിഞ്ഞാൽ ആർക്കും തിരക്കില്ല. പിന്നെ അവിടെ തിരക്ക് കാണിച്ചിട്ട് കാര്യമില്ല. വരിക റൂ പിടിച്ചിട്ട് അങ്ങ് പോവുക. മനസ്സിലാവുന്നുണ്ടോ? ഒരു കാര്യം ഓർക്കുക. ആദ്യം നമ്മളെ കയ്യിലൊരു കത്തിയെടുത്ത് കുത്തുക. അവിടെ എത്ര വേദനയുണ്ട്, അത്രയും വേദന ജീവനുള്ള വസ്തുക്കൾക്കെല്ലാം ഉണ്ട്. അതായത് മനുഷ്യന്മാർക്ക്, മൃഗങ്ങൾക്ക് എല്ലാം ഉണ്ട്. ഇന്ന് ഒരു മനുഷ്യനെ ഒരാള് ഒരു പരിചയമില്ലാതെ പേട്ടങ്ങ് കൊല്ലുക. കാരണം അവർക്ക് വേദന ഇല്ലല്ലോ. ഈ കൊല്ലുന്ന ആൾക്ക് മാത്രമേ ഉള്ളൂ വേദന, മറ്റവർക്ക് വേദന ഇല്ലല്ലോ. എടാ മനുഷ്യ, നമ്മൾ ഒരാളെ കൊല്ലുന്ന മുമ്പേ അവരുടെ ഡീറ്റെയിൽസും അവരെ ആശ്രയിച്ച് ആരെല്ലാം ജീവിക്കുന്നു, മാതാപിതാക്കൾ, ഭാര്യ, പെങ്ങന്മാർ, പല പല ആൾക്കാർ, ഇവരെ നോക്കി കാത്തിരിക്കുന്നു. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഇവരെ കാത്തിരിക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മളെ കാര്യം നോക്കുക, അടുത്തവരെ കാര്യം നമ്മൾ നോക്കുന്നില്ല. അടുത്തവരെ വേദന നമ്മൾ അറിയുന്നില്ല. കാമുകൻ്റെ കൂടെ സുഖത്തിന് വേണ്ടിയിട്ട് കൊച്ചിനെ കൊല്ലുക. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ആ കൊച്ചിനെ കൊന്നിട്ട് എന്ത് ചെയ്യാൻ? കൊച്ചിനെ കൊല്ലുന്നതിന് നിനക്കങ്ങ് ഇറങ്ങിപ്പോയാൽ പോരെ? കൊച്ചിനെ കൊല്ലുന്നതിന് ഇന്ന് ഇൻസ്റ്റഗ്രാമിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അവൻ ചക്കര വർത്താനം പറയും. തേനെ കർണെ കരളെ കൊണ്ട് അവൻ ചക്കര വർത്താനം പറയും. ആണാവട്ടെ പെണ്ണാവട്ടെ, ഇന്ന് കല്യാണം കഴിച്ച പുരുഷന്മാരടുത്ത് പറയുവാണ്, കല്യാണം കഴിക്കുന്ന മുമ്പേ അവൾ നല്ല സുന്ദരിയായിരിക്കും. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അവിടെ ഇവിടെ ഉടഞ്ഞു പോകൂല, മാറടെല്ലാം അതേപോലെ ഇരിക്കും. കല്യാണം കഴിച്ച് 2 കൊച്ചുങ്ങളായി കഴിഞ്ഞാൽ അവിടെ ഇവിടെ തൂങ്ങാൻ തുടങ്ങും, മാറടം തൂങ്ങാൻ തുടങ്ങും, സൗന്ദര്യം കുറയാൻ തുടങ്ങും. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ വേറെ ആളെ തപ്പി പോകാൻ നോക്കും. അതേപോലെ തന്നെ പെണ്ണുങ്ങൾ, ആണുങ്ങൾക്ക് ഇച്ചിരി വരുമാനം കുറവുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്വന്തം ഭർത്താക്കന്മാർക്ക് ഇച്ചിരി വരുമാനം കുറവുണ്ടെങ്കിൽ അടുത്തടുത്ത് പറയും, എൻ്റെ ഭർത്താവിനെ കൊണ്ടൊന്നും കഴിയില്ല. അത് ആ കേൾക്കുന്നവർ മുതലെടുക്കും. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അടുത്ത പുരുഷന്മാർ നിങ്ങളത് മുതലെടുക്കും. എൻ്റെ ഭർത്താവിനെ കൊണ്ടൊന്നും കഴിയില്ല. ആയ കാലത്ത് അവനെ തെണ്ടിപ്പറക്കിയിട്ടൊക്കെ തീറ്റിച്ചു, ജോലിക്ക് പോയി അതെല്ലാം കൊണ്ടുവന്നു. എന്തെങ്കിലും ഒരു ചെറിയ അസുഖം വന്നു കഴിഞ്ഞ് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ അടുത്തവരത്ത് ഉടൻ തന്നെ പറയും, എൻ്റെ ഭർത്താവിനെ കൊണ്ടൊന്നും കഴിയില്ല. തെറ്റാണ് കേട്ടോ. അത് നിങ്ങളെ അവർ അത് നോക്കി മുതലെടുത്തളി. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? ആണാവട്ടെ പെണ്ണാവട്ടെ, വേറെ ഒരു സുഖം തേടി പോകുന്നവൾ ഒരിക്കലും അവരുടെ ജീവിതം മുമ്പോട്ട് പോയിട്ടില്ല. എല്ലാം ബാക്കിലേക്കേ വന്നിട്ടുള്ളൂ. അവരുടെ ജീവിതം ബാക്കിലേക്കേ വന്നിട്ടുള്ളൂ. കാരണം ഇന്ന് ഇൻസ്റ്റഗ്രാമും അതിൽ കൂടിയൊക്കെ ഫോൺ നമ്പർ അയച്ചാ എല്ലാം പറഞ്ഞുതരാം. എന്നാ പറഞ്ഞുതരാൻ? കെട്ടിയവൻ്റെ വാക്കുകൾ കൈക്കും, കാമുകൻ്റെ വാക്കുകൾ മധുരിക്കും. അതാണ്. അത് ആണാവട്ടെ പെണ്ണാവട്ടെ.
പെണ്ണുങ്ങൾക്ക് കാമുകൻ്റെ വാക്കുകൾ മധുരിക്കും. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? സ്വന്തം ഭർത്താവിൻ്റെ വാക്കുകൾ, ഇന്ന് സ്വന്തം ഭർത്താവിൻ്റെ അടുത്ത് സ്നേഹമായിട്ട് വർത്താനം പറയാൻ തന്നെ അവർക്കൊരു മടിയാണ്. സ്വന്തം ഭർത്താവിൻ്റെ അടുത്ത് സ്നേഹമായിട്ട് വർത്താനം പറയാൻ അവർക്കൊരു മടിയാണ്. പക്ഷെ അന്യ പുരുഷൻ്റെ അടുത്ത് ഒരു പെണ്ണ് സംസാരിക്കുന്ന കാണണം, എന്നാ സ്നേഹത്തോടെ വർത്താനം പറയുന്നത്. അതുപോലെ പുരുഷന്മാരുണ്ട് സ്വന്തം ഭാര്യയെടുത്ത് സ്നേഹമായിട്ട് സംസാരിക്കൂല. അന്യ പെണ്ണുങ്ങളടുത്ത് നല്ല ചക്കര വർത്താനം അങ്ങ് പറയുന്നത്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കുക. ഈ ജീവിതത്തിന് പോകുന്നവർ, നിങ്ങളെ മക്കളെ കൊന്നിട്ട് അങ്ങ് പോവുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും അവരെ പിടിക്കും, പോലീസ് പിടിക്കും. നിങ്ങളെന്തിനാ വെറുതെ പോലീസുകാർക്ക് പൊൻതൂവല ഉണ്ടാക്കി കൊടുക്കുന്നത്? ഇറങ്ങിയങ്ങ് പോവലല്ലേ, എന്തിനാ പോലീസുകാർക്ക് പൊൻതൂവല ഉണ്ടാക്കി കൊടുക്കുന്നത്? ആ കൊച്ചുങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളും. നിങ്ങളെ സുഖം തേടിപ്പോക്കോ. ഇപ്പം എന്തെല്ലാം പരിപാടികളുണ്ട്, യത്തീംഖാനയുണ്ട്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? യത്തീംഖാന ഇസ്ലാമിലില്ല. ഇസ്ലാമിൽ യത്തീംഖാനയില്ല. യത്തീമായ മക്കളെ ആരെങ്കിലുമൊക്കെ ശ്രദ്ധെടുത്ത് വളർത്തുക, അത്രേ ഉള്ളൂ. യത്തീംഖാനയായിട്ടില്ല. അതെങ്ങനെ ഇസ്ലാമിൽ പറഞ്ഞിട്ടില്ല, എനിക്കറിയില്ല. ഞാൻ അറിയാവുന്ന പണ്ഡിതന്മാർ നിങ്ങൾ ചോദിക്കും. യത്തീംഖാന എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ആശ്രമം ഇല്ല. അപ്പം യത്തീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മാതാവ് മരിച്ചു പോയാൽ ആ കൊച്ചു യത്തീമാണ്. അപ്പം പിതാവ് നോക്കിക്കോളും. പിതാവ് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൊച്ചു യത്തീമാവില്ല, മാതാവുണ്ട്. അവരെ ഒരു മുസ്ലിമുകൾ അവരെ സഹായിക്കുക. മുസ്ലിമുകൾ അവരെ സഹായിക്കുക. അത് ഏത് ജാതിക്കാരാവട്ടെ. ഈ യത്തീം ഖാന എന്ന് പറഞ്ഞിട്ട് ഒരു ഖാനയില്ല കേട്ടോ, എനിക്കറിയില്ല. ഇപ്പം അത് തുടങ്ങിയിട്ടുണ്ട്, യത്തീം ഖാന തുടങ്ങിയിട്ടുണ്ട്. അതേ പേര് അതിൻ്റെ മറവിൽ പല കൊള്ളകൾ നടക്കുന്നുണ്ട്. ചില പെൺപിള്ളേരെ കൊച്ചു യത്തീം പെണ്ണുങ്ങളെ പേടിപ്പിക്കുന്നുണ്ട്. അതൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളും അള്ളാഹായിട്ട് തീരുമാനിച്ചോളണം. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അടുത്തവരുടെ സുഖം തേടി പോകുന്നവരെ ഒരു കാര്യം ഓർക്കുക, അതിനകത്തും തീട്ടവും മൂത്രമാണുള്ളത്, അല്ലാതെ സ്വർണമല്ല. അവരുടെ വയറ്റിനകത്ത് തീട്ടവും മൂത്രമാണ് വരുന്നത്, അല്ലാതെ പെട്രോളും ഡീസലും അല്ല വരുന്നത്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഗ്രീസും. അപ്പോൾ അത് സൂക്ഷിക്കുക. എൻ്റെ വാ നാറുന്ന പോലെ തന്നെ അടുത്തവരുടെ വാ നാറും, അവിടുത്തെ സ്മെല്ലുണ്ടാവും. തൽക്കാലം നമ്മളെ ചിരി മാത്രമേ ഉള്ളൂ. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളെ ഇപ്പം നിങ്ങളെ കെട്ടിയവൻ ചിരിക്കാത്തതാണ്. ചിരിക്കൂല. കാരണം പറഞ്ഞല്ലേ, രാവിലെ എന്നിട്ട് അവന് നിങ്ങളെ കാര്യം ഓർക്കുമ്പോൾ ചിരി വരൂല. ചിലവരത് പ്രകടിപ്പിക്കില്ല. അപ്പോൾ അടുത്തവനുണ്ടാവും നിനക്കിട്ട് താങ്ങാൻ. അപ്പോൾ അവൻ സ്നേഹമായിട്ട് വരും. ഓ, അവനെ കുറച്ച് ദിവസം നിന്റെ മാംസം കിട്ടിക്കഴിഞ്ഞാൽ, അവന് കിട്ടിക്കഴിഞ്ഞാൽ അത് മതി. പിന്നെ പൊക്കോളണം. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? വേറെ ഒരു തൻ്റെ മുതലിനെ ആഗ്രഹിക്കുന്ന എന്തിനാണ്? മാംസത്തിന് വേണ്ടിയിട്ടാണ്, ഒരു സുഖത്തിന് വേണ്ടിയിട്ട്. ആ സുഖം അത് കിട്ടിയില്ലെങ്കിൽ, ശരിക്കും കിട്ടിയില്ലെങ്കിലോ നിങ്ങളുടെ കാര്യം പോക്കാണ്. അപ്പോൾ മറ്റുള്ളവർ ഫോൺ നമ്പർ തരും, പല ഉപദേശങ്ങൾ തരും. ഇപ്പോൾ മക്കളാവട്ടെ സ്വന്തം തന്തമാർ ഉപദേശിക്കുന്നവർക്ക് ഇഷ്ടപ്പെടില്ല. ഭാര്യയാവട്ടെ ഭർത്താവ് വർത്താനം പറയുന്നത് ഇഷ്ടപ്പെടില്ല. 2 മിനിറ്റ് മുഖത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തിനാ മുഖത്ത് നോക്കുന്നത് പറയുന്ന ഭാര്യമാരുണ്ട്. വേറെ ഒരിടത്ത് നോക്കാനില്ലേ എന്ന് ചോദിക്കും. അതാണ് ഇപ്പം മക്കളെ മുഖത്തൊക്കെ നോക്കാൻ പറ്റില്ല തന്തമാർക്ക്. അതാണ് കാലം. അപ്പോൾ നിങ്ങളൊരു കാര്യം ഓർക്കുക, സുഖം തേടി പോകുന്നവരെ എവിടെ ചെന്നാലും നിങ്ങൾക്ക് അങ്ങനെ സുഖം കിട്ടൂല കേട്ടോ. അവർ പൈസ ഉണ്ടെങ്കിലേ നിങ്ങൾ ആഗ്രഹിക്കുള്ളൂ. പൈസ ഇല്ലെങ്കിൽ മാഫിയെ മോഷിക്കട്ടെ.